എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് തേങ്ങ അരച്ചിട്ടുള്ള അയലക്കറിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഒരു പാത്രത്തിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയുള്ളിയാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുക. പിന്നെ കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. തീ അധികം കൂട്ടിയിടരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കുക. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റാം. ഒരു ചുമന്ന കളറാവുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് 3 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഞാനൊരു 3 കഷ്ണം കുടംപുളിയാണ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള കുടംപുളി ചേർക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇങ്ങനെ തിളച്ച് വരുന്ന ടൈമിൽ മീനിൻ്റെ കഷ്ണങ്ങൾ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 മീനാണ്. ഒരു മീഡിയം സൈസ്, വലിയ സൈസൊന്നുമല്ല, ഒരു 2 മീനാണ് എടുത്തിരിക്കുന്നത്. ഇനി എല്ലാം കൂടെ തിളയ്ക്കട്ടെ. ആ ടൈമിൽ നമുക്കിതിൽ തേങ്ങ അരച്ച് ചേർക്കാം. തേങ്ങ മൊത്തത്തിൽ ചേർക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ മാത്രമല്ല, നന്നായിട്ട് അരച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് തേങ്ങ മതി. ഇനി കറി ഒന്ന് തിളച്ച് നന്നായിട്ട് വറ്റണം. തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മീഡിയം, അതായത് ഒന്ന് നന്നായിട്ട് തിളയ്ക്കുന്ന ടൈമിൽ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. മീൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. മീൻകറി ശരിക്കും തണുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുക. ഇത് നമുക്ക് തണുത്തിട്ട് ഉപയോഗിക്കാം. മീൻകറി നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്